ഹലോ സുഹൃത്തുക്കളെ, നമ്മൾ കാത്തിരുന്ന് ഒരു സിനിമ കാണുമെന്ന് പറയുന്നില്ലേ? അങ്ങനെ ഒരു സിനിമ നമ്മൾ കാത്തിരുന്ന് കാണുമ്പോൾ കിട്ടുന്നൊരു ഒരു ഒരു എന്റർടൈൻമെന്റ്, അല്ലെങ്കിൽ ഒരു ഒരു മനസുഖം എന്ന് പറഞ്ഞില്ലേ? അങ്ങനെ ഒരു സുഖം, അല്ലെങ്കിൽ ഒരു മനസുഖം കിട്ടിയ ഒരു സിനിമ. ഒരു ഇത്ര ഇത്ര വർഷത്തിനിടയിൽ ഒരു നല്ലൊരു സിനിമ കാണണമെന്നുണ്ടെങ്കിൽ ഈ സിനിമ കാണുക. തുടരും. തിയേറ്ററുകളിൽ നിറസദസ്സുകളോടുകൂടി ഓടിക്കൊണ്ടിരിക്കുന്ന ഈ സിനിമ ഞാൻ നിങ്ങൾക്ക് റെഫർ ചെയ്യുന്നില്ല. ഈ സിനിമ പോയി കാണാൻ പറയാ. കാരണം ഇതിലൊരു നെഗറ്റീവ് എന്ന് പറഞ്ഞൊരു സംഭവമില്ല. ഓരോ ഫ്രെയിമിലും മോഹൻലാൽ സാറിനെ കണ്ടുകൊണ്ടേയിരിക്കും. അതാണ് മോഹൻലാൽ സാറിന് ഈ സിനിമയിലുള്ള ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറയുന്നത് തന്നെ. ഈ സിനിമയിൽ മോഹൻലാൽ സാറിനെ നമ്മൾ ഓരോ ഫ്രെയിമിലും അത്രത്തോളം ഇന്റൻസിറ്റീവായിട്ട് നമ്മളെ കണ്ടുകൊണ്ടേയിരിക്കും. ഓരോ നിമിഷവും നമുക്ക് ഏറ്റവും ഇൻട്രസ്റ്റോടുകൂടി ഈ സിനിമയെ കാണാൻ സമീപിക്കുന്നത് മറ്റൊരു ആക്ടർ, ഇതിലെ വില്ലൻ ക്യാരക്ടർ. ഓ മൈ ഗോഡ്, അവനെ കൊല്ലുള്ള ദേഷ്യം എനിക്കുണ്ടായിരുന്നു. അത്രയും ഒരു അത്രയും വെർസാറ്റിലിറ്റി, അല്ലെങ്കിൽ വെർസറ്റൈൽ ആക്ടർ എന്നൊക്കെ പറയില്ലേ, അങ്ങനെ രണ്ട് ആക്ടേഴ്സ് ചെയ്തപ്പോൾ ഉള്ള ഒരു കോമ്പിനേഷൻ സീനൊക്കെ അതൊക്കെ വേറെ ലെവലാണ്. ഈ സിനിമയിൽ നെഗറ്റീവ് എന്ന് പറയാൻ ഒരു സംഭവം ഇല്ലാത്തതുകൊണ്ട് നെഗറ്റീവ് എന്ന് പറയാൻ നെഗറ്റീവ് എന്ന് ചുമ്മാ പറഞ്ഞോണ്ടിരിക്കുക, അല്ലാതെ നെഗറ്റീവായിട്ടൊരു കാര്യമേ പറയാൻ പറ്റില്ല. ശോഭന മേഡം സൂപ്പറായിട്ട് അഭിനയിച്ചു, മണിയമ്പിള്ള രാജു സൂപ്പറായിട്ട് അഭിനയിച്ചു, മോഹൻലാൽ പൊളിച്ചടുക്കി. തിയേറ്ററിൽ ഓരോ സീനിലും, ഞാൻ കാണുന്ന ഓരോ സീനിലും മോഹൻലാൽ സാറിന്റെ ആ പ്രസൻസ് അത് മാത്രം മതി. അത് ചുമ്മാ വന്ന് നിൽക്കുന്നത് തന്നെ. പിന്നെ ഇതിലെ സോങ്സ് വേറെ ലെവൽ. ഇതിന്റെ BGM, ഇതിന്റെ VFX എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്, അത് സൂപ്പറാ. പിന്നെ ഇതിലെ ഓരോ ഫ്രെയിം, ആ ഫ്രെയിം വെച്ചിരിക്കുന്ന ഓരോ സീക്വൻസ്, അതെല്ലാം സൂപ്പർ. നമ്മള് പ്രതീക്ഷിക്കുന്ന കഥ എന്ന് വെച്ചാൽ നമ്മൾ എന്താണോ വിചാരിക്കുന്നത് അത് തന്നെയാണ് ഈ സ്റ്റോറിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ബട്ട് അത് തരുന്നൊരു ഒരു ഒരു ലെവൽ ഓഫ് നമ്മളെ കണ്ണിന് കുളിർമയേകുന്ന ടേക്കുകൾ. ആ ടേക്കുകളാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ഇമ്പ്രസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ സിനിമ ഞാൻ നിങ്ങൾക്ക് പോയി കാണാൻ പറയാം. ഈ സിനിമ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടും. ഞാൻ ഈ സിനിമയെ കുറിച്ച് കൂടുതൽ വേറെ ഒന്നും പറയുന്നില്ല. ഈ സിനിമയ്ക്ക് ഞാൻ 10-ന് 10 സ്റ്റാർ ഞാൻ കൊടുക്കും. പോയി തിയേറ്ററിലിരുന്ന് കണ്ട് നിറസദസ്സുകളോടുകൂടി കണ്ണിൽ നിന്ന് കണ്ണീര് പൊളിഞ്ഞ് കാണാൻ പറ്റുന്നൊരു സിനിമ. മുരുക.